ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യ കോർപ്പിസ്കോപ്പന്മാരെ, വന്യ റമ്പാച്ചന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹം, വിവാഹ ശുശ്രൂഷയുടെ ആദ്യഭാഗമായ മോദനമായിട്ടുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഭവനങ്ങൾ വെച്ച് ഭവനക്കാർ തമ്മിൽ നിശ്ചയിച്ച വിവാഹ നിശ്ചയം സഭയിൽ വെച്ച് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി പ്രധാനമായി നടക്കുവാനുള്ളത് കിരീടവാഴ്വാണ്. കിരീടവാഴ് നമ്മുടെ കർത്താവിൻ്റെ കുരിശിനെയാണ് ഇവർക്ക് കിരീടമായി കൊടുക്കുവാൻ പോകുന്നത്. രണ്ടുപേർക്കും വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യപ്പെടുണ്ടെന്ന് തോന്നുന്നില്ല. വർഷങ്ങളായി രണ്ടുപേരെയും പ്രത്യേകിച്ച് പരിചയമുള്ളതാണ്. 35 വർഷം മുതൽ സാജു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ, അതുപോലെ സജിയൊക്കെ ശാസ്താംകോട്ട ആശ്രമം തുടങ്ങിയ കാലം മുതൽ പ്രത്യേകം അടുത്തതിലും ബന്ധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമതൊരു കാര്യം ഓർക്കേണ്ടത്, ആദ്യഫലം എപ്പോഴും നാം ദൈവത്തിന് കൊടുക്കണമെന്നാണ്. ചക്കയും മാങ്ങായും പശുവും മുട്ടയൊക്കെ കൊടുക്കും. എന്നാൽ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ ഫലവും ദൈവത്തിനാണ്. The first night of your prayer you have to spend in prayer and fasting in the presence of God. പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും ദൈവസന്നിധിയിൽ ആരംഭിക്കുന്ന ജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നതാണ്. വിവാഹ കൂദാശ വിശുദ്ധ വേദപുസ്തകം അനുസരിച്ചും ക്രിസ്ത്യാനികൾ നമ്മെ സംബന്ധിച്ചും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. വിവാഹ കൂദാശ ഒരു ദൈവിക സ്ഥാപനമാണ്. ഇറ്റ്സ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനെയും ഹവ്വായെയും പ്രത്യേകിച്ച് ദൈവതമ്പുരാൻ എവിടെ നിന്ന് ഈ ഭാര്യ എന്ന് ആദം അറിയുന്നില്ല. അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിലുള്ള മാംസവും ഇതെല്ലാം പറയുന്നവരെ ഒളിച്ചാക്കുന്നുണ്ട്. ആകയാൽ വിവാഹ കൂദാശയുടെ ആരംഭം ഏദൻ തോട്ടത്തിൽ ദൈവത്തിൽ നിന്നാണ്. അതിൻ്റെ സ്ഥിരീകരണമാണ് നമ്മുടെ കർത്താവ് വന്നിട്ട് കാനാവിലെ കല്യാണത്തിൽ വിവാഹ വിരുന്നിൽ സംബന്ധിക്കുന്നതിനെ അനുഗ്രഹിക്കുന്നത്. അവിടെ നമ്മുടെ കർത്താവ് മാത്രമല്ല, മാതാവും വിശുദ്ധന്മാരും പരിശുദ്ധന്മാരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അപ്പോസ്തലിക സഭയിൽ വിവാഹ വിരുന്നിൽ, വിവാഹ കൂദാശയിൽ നമ്മുടെ കർത്താവിനോടൊപ്പം ശിഷ്യന്മാരും മാതാവും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധങ്ങളുടെയും ഒക്കെ സാന്നിധ്യവും മാധ്യസ്ഥവുമുണ്ട്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ മധ്യസ്ഥയിലൊക്കെ അവസാന പ്രാർത്ഥിക്കുന്നത്. ഈ ദൈവികമായ സ്ഥാപനത്തിൽ ദൈവതമ്പുരാൻ ഹവ്വായെ ആദമിനെ കൂട്ടിച്ചേർന്നവർ പറയുന്നത് തക്ക തുണയായിട്ടാണ്. തക്ക തുണ എന്ന് പറയുമ്പോൾ ലൗകികമായി നമ്മുടെ ചിന്തിക്കും ഡോക്ടർക്ക് ഡോക്ടറും എഞ്ചിനീയർക്ക് എഞ്ചിനീയറും MBA-ക്കാരനും MBA-ക്കാരും ഇതുമല്ല തക്ക തുണ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ തക്ക തുണയെന്ന് പറയുന്നത് ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ രൂപത്തിനും സാദൃശ്യത്തിനുമാണ്. ദൈവത്തെ പോലെ ആയിത്തീരുവാനാണ് അവൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. അങ്ങനെ ദൈവത്തെ പോലെ ആയിത്തീരുവാൻ സഹായിക്കുന്ന തുണയുടെ പേരാണ് തക്ക തുണ. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിത്യജീവൻ പ്രാപിപ്പാൻ സഹായിക്കുന്ന തുണയാണ് തക്ക തുണ. അല്ലെങ്കിൽ പരദേശിയിൽ തന്നെ താമസിക്കുവാൻ സഹായിക്കുന്ന തുണയാണ് തക്ക തുണ. അല്ലെങ്കിൽ പരദേശിയുടെ പുറത്തു പോകുവാൻ ഒരിക്കലും ഇടയാതിരിക്കാൻ തന്നോണം സഹായിക്കുന്ന തുണയാണ് തക്ക തുണ. ദൈവികമായ പദ്ധതിയിൽപ്പെട്ടത്. ഈ തക്ക തുണ ദൈവികമായ ജീവിതത്തിന് ഭംഗിയായി തീരണമെങ്കിൽ ഇതിന് ദൈവത്തിന് തന്നെ ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് സാക്രമെന്റൽ ലൈഫ്, കൗദാശികമായ ജീവിതം. ഇതൊരു കൂദാശിയാണ്. ഈ കൗദാശിക ജീവിതം തുടരണമെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കൗദാശിക ജീവിതം, വിശുദ്ധ കുമ്പസാരം, കുർബാന അനുഭവം, അതുപോലെയുള്ള അതിനുള്ള പങ്കാളിത്തമാണ്. എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവായി തീരും. ആകയാൽ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കൗദാശിക ജീവിതത്തിലൂടെ മുന്നേറി പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം പോലും കൗദാശിക സ്നേഹമാണ്.
ഒരു സാക്രമെന്റൽ ലവാണ്. ഈ സാക്രമെന്റൽ ലവ് എന്ന് പറയുന്നത് സാക്രിഫിഷ്യൽ ലവാണ്. ഈ സ്നേഹം അതുകൊണ്ടാണ് കർത്താവിൻ്റെ മുൾക്കിരീടം വഹിക്കുന്നത് പോലെ വഹിച്ചതിൽ അത്രമാത്രം ക്ഷമയും സഹനമൊക്കെ ഭർത്താവിനുണ്ടെങ്കിൽ ഈ ജീവിതം ശാന്തമാകത്തുള്ളൂ, അനുഗ്രഹമാക്കുള്ളൂ. അതുകൊണ്ടാണ് കിരീടമായി ചെല്ലുമ്പോൾ മണവാളന്റെ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം, മണവാട്ടിയുടെ മകുടം സതിമാറുന്ന പാതിവൃത്യമാണ് ഭാര്യയുടെ മകുടം. നമ്മുടെ കർത്താവിന്റെ ഉത്തരം മുൾക്കിരീടം വരുമ്പോൾ ക്ഷമയും സഹനവുമാണ് കർത്താവിന്റെ. സ്നേഹം എന്ന് പറയുന്ന വാക്കെഴുതി ഇടതുവശം പുള്ളി കളഞ്ഞാൽ ആകെ അക്ഷരങ്ങൾ പരിഗണിച്ചാൽ കിട്ടുന്ന ഒരു വാക്കാണ് സഹനം. ആകയാൽ സ്നേഹത്തിന്റെ സാരം എന്ന് പറയുന്നത് സഹനമാണ്. സഹനം കൊണ്ട് മാത്രമേ അത് എത്രനാൾ ചോദിച്ചാൽ നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. മത്തായി 24:13 അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം അങ്ങനെ സഹനമാണ് സ്നേഹത്തിന്റെ സാരമെങ്കിൽ ഇന്നത്തെ പോലെ സെപ്പറേഷനും ഡിവോഴ്സൊന്നും എങ്ങും വരികയില്ല. ആകയാൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു കൗതാശി ജീവിതം നിങ്ങൾ നയിക്കുമ്പോൾ നിങ്ങളുടെ നമസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ കൊപ്പിടിയും നിങ്ങളുടെ ഉപവാസവും കുർബാനാനുഭവവും ദാനധർമ്മവും എല്ലാമൊക്കെയാണ് നിങ്ങളുടെ കൗതാശി ജീവിതത്തിന്റെ സ്ഥാനിയായിട്ടുള്ളത്. ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു പിതാവ് ഒരു മാവ് നല്ല സൗകര്യമുള്ള ഒരു ഭവനത്തിൽ കൊണ്ട് കെട്ടിച്ചു, വലിയ വീട്, നല്ല ഭർത്താവ്, നല്ല ജോലി, നല്ല സമ്പത്ത്, ഈ കുട്ടിയൊന്നും വളരെ വിഷാദയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അപ്പൻ ചോദ്യം പറയുന്നുണ്ട്, അപ്പോൾ എല്ലാം ഉണ്ട്, നല്ല ഭർത്താവാണ്, നല്ല ജോലിയാണ്, വലിയ വീടാണ്, സമ്പത്ത് ഒരുപാടുണ്ട്, പക്ഷെ എനിക്ക് ഒരു വിലയില്ല, എന്നെ വേണ്ട പോലെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്വർണവും വലിയ വീടും കാര്യമൊന്നുമല്ല. റെസ്പെക്ടിങ് ഈച്ച് അതർ, ലവിങ് ഈച്ച് അതർ മ്യൂച്വലി, അതാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. കൂടുതൽ നിലയിലുള്ള ഒരു ഭാര്യയെ കൂടുതൽ സ്നേഹത്തോടും ഗൗരവത്തോടും കൂടി. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടുന്നില്ല, ആദരിക്കണമെന്ന്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ. ഈ സ്നേഹവും ആദരവും ഉണ്ടെങ്കിൽ അവസാനത്തോളം സന്തോഷമായിട്ട് നിൽക്കുവാൻ സാധിക്കും. വിനയമുള്ള ജീവിതം, താഴ്മയുള്ള ജീവിതം, അഹമില്ലാത്ത ജീവിതം, നന്മയുള്ള ജീവിതം, കാരണമുള്ള ജീവിതം, ഇങ്ങനൊരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. പട്ടിണിയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഒക്കെ എപ്പോഴും ഓർക്കണം, നല്ല വിവാഹം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്ത ജീവിതമില്ലാത്ത വിവാഹമല്ല. കിരീടമായിട്ട് വാഴ്ത്തി തരുന്നത് കുരിശാണ്. ഭർത്താവിന് കുരിശിനകത്ത് വേദനയുണ്ട്, അതിൻ്റെ കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പരിശുദ്ധ ദൈവമാതാവ് കർത്താവിൻ്റെ അമ്മയായിരുന്നെങ്കിലും തൻ്റെ നെഞ്ചത്തൊരു വാളുണ്ടായിരുന്നു, തൻ്റെ പ്രാണത്തിൽ ഒരു വാളുണ്ടായിരുന്നു. ഈ വാള് വെച്ചുകൊണ്ടാണ് ജീവിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ട് വാള് വെച്ചുകൊണ്ട് തന്നെ സമാധാനമായി കഴിയുവാൻ സാധിക്കുന്നു. ഏറ്റവും കൂടുതൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ 12 പേരുടെ കൂട്ടത്തിൽ ശ്രീഹായായി ഇടപെട്ട പൗലോസ്ലിഹായുടെ ജീവിതത്തിൽ തനിക്ക് താങ്ങാൻ വയ്യാത്ത വേദന ഉണ്ടായിരുന്നു. ജഡത്തിൽ എനിക്ക് ശൂലം തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ശൂലം ഒന്ന് മാറ്റിത്തരുന്നത് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു. മുട്ടിപ്പാട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, എൻ്റെ കൃപ നിനക്ക് മതി. നമ്മുടെ സഭയിൽ വിഷയം എന്ന് പ്രാർത്ഥിക്കുന്നില്ല. എന്ത് വിഷയം ചോദിച്ചാലും കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ അത് മതി. അതുകൊണ്ടാണ് കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ, അനുകൊണ്ട് കൃപ ചെയ്യുക നാഥ, കൃപ എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ എല്ലാം സഹിക്കുവാനും വഹിക്കുവാനും ഉള്ള ശക്തി ദൈവത്തിന് ഞാൻ നൽകി തരും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കുമ്പോൾ അതിങ്ങനെ നിസ്സാരമായി കരുതുവാനും കൊണ്ടുപോകുവാനും സാധിക്കും. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയുള്ളതായി തീരട്ടെ. ദൈവ സാന്നിധ്യ ബോധത്തിൽ തോബിയാസ് പറഞ്ഞതിൻ്റെ തോബിയാസിൻ്റെ പ്രാർത്ഥന, ഫസ്റ്റ് നൈറ്റ് പ്രയർ. അങ്ങനെ ഈ സഹോദരി ആരംഭിക്കുന്നതിന് സിസ്റ്റർ ഹണിയുന്നുണ്ട്.
സിസ്റ്റർ. പിന്നെന്താ പറയുന്നത്? Let us step better. Let us pray to have the mercy of the Lord. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ്. പിന്നെ പറയുന്നു, കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം നീ വാഴ്ത്തപ്പെട്ടവൻ. പിന്നെ പറയുന്നു, ഞങ്ങളുടെ ജീവിതാവസാനം വരെ സമാധാനത്തോടെ കഴിയാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്. എന്നിട്ട് പറയുന്നു, ഈ എൻ്റെ സഹോദരിയെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നത് വേശ്യാവൃത്തിക്ക് വേണ്ടിയാണ്. എല്ലാവരുടെയാണ് കല്യാണമൊക്കെ ഇഷ്ടമുള്ള കിട്ടണോ? റോഡിലൂടെ വണ്ടി ഓടിക്കാമെങ്കിലും നിയമം അനുസരിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. ആകാശമണ്ഡല വീതികളാണെങ്കിലും ഇഷ്ടം പോലെ ട്രെയിൻ ഓടിക്കാൻ പറ്റത്തില്ല, എയർവേസ് ഉണ്ട് കടലിൽ. അതുപോലെ തന്നെ സഭയുടെ നിശ്ചയമനുസരിച്ച് നിയമം അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് സെക്സ് ബിഫോർ മാരേജ് ഈസ് സിൻ, സെക്സ് ഔട്ട്സൈഡ് മാരേജ് ഈസ് സിൻ, സെക്സ് വിത്തിൻ മാരേജ് വിത്തൗട്ട് ഡിസിപ്ലിൻ ഈസ് സിൻ. നോക്കാതിരിക്കാനും തെറ്റിക്കുവാനും പ്രവാസില്ല. അവയെ നോമ്പിന്റെ സന്താനങ്ങളെയാണ് ദൈവത്തിനാണ് നിങ്ങൾക്ക് തരേണ്ടത്. നോമ്പ് ജീവിച്ച് നോമ്പെടുക്കുന്നവർക്കാണ് നോമ്പിന്റെ സന്താനങ്ങളെ തരുന്നത്. ആ നോമ്പിന്റെ സന്താനങ്ങളാണ് ദൈവത്തിന്റെ മക്കളായി വാഴ്ത്തപ്പെട്ട് സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ പ്രയോജനം ദൈവനാമ മഹത്വത്തിനായി തീരുന്നത്. ആകയാൽ നിങ്ങളുടെ വിവാഹ ജീവിതം ശ്രേഷ്ഠമായി തീരട്ടെ, ഉന്നതമായി തീരട്ടെ, മാതൃകാപരമായി തീരട്ടെ. വന്ധ്യാർത്തിരിക്കുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടവരാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ആ അനുഗ്രഹം നിങ്ങളുടെ മേലും ലഭിക്കാൻ നമുക്കും കാർമികരായ എല്ലാവർക്കും ലഭിക്കുവാൻ ഇവിടെയാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് രണ്ടാം ശുശ്രൂഷ ആരംഭിക്കാം. അനശ്വരമായ വിരുദ്ധനും വഴിയില്ലാത്ത മനോരഞ്ജനങ്ങളെ യോഗ്യരാക്കേണമേ. ആ വിരുദ്ധത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ